ഉദയന്റെയും നന്ദനയുടെയും അടുത്തു നിന്ന് വരുന്ന പ്രതാപവർമ്മ. ഉദയനും നന്ദനയ്ക്കും ശരിക്കുള്ള പണി കൊടുത്തെന്ന് പ്രതാപവർമ്മ കാർത്തികയോടും യതീന്ദ്രനോടും പറയുന്നു. നന്ദനയുടെ സ്വത്തടിച്ചു മാറ്റാനുള്ള ശ്രമവുമായി വക്കീലിനെ കാണുന്ന പ്രതാപവർമ്മ. നന്ദനയുടെ സ്വത്ത് കിട്ടാൻ ഒരു മാർഗവുമില്ലെന്ന വക്കീലിന്റെ വാക്കിൽ പകച്ച് പ്രതാപവർമ്മ. സ്വത്ത് കിട്ടണമെങ്കിൽ നന്ദനെയും ഉദയനെയും ഇല്ലാതാക്കാനുള്ള ശ്രമവുമായി പ്രതാപവർമ്മയും യതീന്ദ്രനും കാർത്തികയും. ഇനി തുടർന്ന് കാണുക. ഇങ്ങനെ നിന്നാ മതിയോ ഉദയ? എന്നാ കുറച്ചേരം ഇരിക്കാം നമുക്ക്. അതല്ലെന്ന്, കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായിട്ടും നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായത് ഇപ്പോഴല്ലേ? അതിൽ അഗൈതവുമായി ആനന്ദിക്കുന്ന ഒരാളാണ് ഈ പ്രതാപേട്ടൻ. നിന്റെ അനിയനുണ്ടല്ലോ യതീന്ദ്രൻ, അനിയത്തിയുണ്ടല്ലോ കാർത്തിക. നിങ്ങൾ ഒന്നായതിൽ പിന്നെ ആ കക്ഷികൾക്ക് ഉറക്കേ ഇല്ല. അല്ല, നിങ്ങൾക്കും ഉണ്ടാകില്ല ഉറക്കം. ഏത്? അതവിടെ നിൽക്കട്ടെ. അവരുടെ രാത്രികൾ നിദ്രാവിഹീനങ്ങളായത് അസൂയ മൂത്തിട്ട കണ്ണുകടി. ആ ജന്തുക്കളുടെ കണ്ണ് പറ്റാതിരിക്കാൻ നിങ്ങൾ കുറച്ച് ദിവസം ഒന്ന് മാറി നിൽക്കുന്നത് നല്ലതാ. എങ്ങോട്ടെങ്കിലും ഒരു യാത്ര, ഒരു ഹണിമൂൺ ട്രിപ്പ്. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെ നിന്നാ മതിയോന്ന്. ഒന്നും ആലോചിച്ചിട്ടില്ല. എന്തുട്ട് ആലോചിക്കാൻ? അങ്ങോട്ട് പുറപ്പെട്. തായ്ലൻഡ്, നിക്കരോഗിയ, ഫിലാഡൽഫിയ ഒക്കെ ഒന്ന് സന്ദർശിച്ചിട്ട് വരൂ. അത്തരം ഷോകളിലൊന്നും എനിക്ക് താല്പര്യമില്ലെന്ന് പ്രതാപേട്ടൻ അറിയാലോ. നന്ദനയ്ക്ക് താല്പര്യം ഉണ്ടാവില്ലേ? അയാൾക്കും താല്പര്യമില്ല. എന്നാ നമുക്ക് എബ്രോഡ് സഞ്ചാരം റദ്ദ് ചെയ്യാം. നിങ്ങൾ ഇടുക്കിയിൽ ഒന്ന് പോയിട്ട് വാ. വാഗമണ്ണിൽ ഒരു ദിവസം തങ്ങാം. നല്ല ഒന്നാം തരം റിസോർട്ടുകൾ ഉണ്ട് അവിടെ. പിന്നെ ഇലവീഴ, പൂഞ്ചിറ കാണാം. നേരെ മൂന്നാറിലേക്ക് വിട്ടോ. വരയാടുകൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അവറ്റകൾക്ക് നിങ്ങളെ കാണാം. ഇപ്പൊ അങ്ങനെയുള്ള യാത്രകളൊന്നും ആലോചിക്കുന്നില്ല. നന്ദനയോടുള്ള സ്നേഹവും വാത്സല്യം കൊണ്ട് ഞാൻ പറഞ്ഞതാണേ. പുറം ലോകം കാണാത്ത കുട്ടിയാ. ഏതോ നാട്ടിൻ പുറത്ത് വളർന്നു. ഉദയന്നൂരെത്തിയിട്ടും വീട്ടിൽ തന്നെ. കുന്നത്തൂരെത്തിയിട്ട് ഇതുവരെയുള്ള കഥ പറയണ്ടല്ലോ. പാവം കുട്ടി. ഈ സ്നേഹവും വാത്സല്യവും ഉദയന്നൂർ വെച്ച് പ്രതാപേട്ടൻ നന്ദനോട് കാണിക്കായിരുന്നല്ലോ. അത് പിന്നെ എന്താന്ന് വെച്ചാൽ, ഞാൻ ബന്ധിതനായിരുന്നില്ലേ ഉദയ? എന്റെ 2 ആൺമക്കൾ ഇല്ലായിരുന്നോ അവിടെ? അശ്വനും ആദിത്യനും. ആ ചെക്കന്മാർക്ക് നന്ദനെ തീരെ ഇഷ്ടമില്ലായിരുന്നു. അങ്ങനെ പെട്ടുപോയില്ലടാ ചേട്ടൻ. പ്രകൃതി സുരഭിലമായ സ്ഥലങ്ങൾ കണ്ട് മനസ്സ് നിറയെ ഉന്മേഷവും ഉല്ലാസവുമായി നിങ്ങൾക്ക് മടങ്ങി വരാലോ. മനസ്സിൽ ഉന്മേഷം ഉണ്ടെങ്കിൽ എവിടേക്കും പോകേണ്ട കാര്യമില്ല. ഇനി മനസ്സിൽ ഉന്മേഷം ഇല്ലെങ്കിൽ എവിടെ പോയിട്ടും കാര്യമില്ല. പോത്തിന്റെ ചെവിയിൽ കിന്നാരം വച്ചിട്ട് എന്താ കാര്യം? എന്താ? ഒന്നുമില്ല ഉദയ. ഇയാൾക്ക് ജ്യേഷ്ഠന്റെ സ്ഥാനത്ത് ആകെയുള്ളത് ഈ ഞാനാ. ഒരഭിപ്രായം ചോദിക്കാൻ മറ്റാരുമില്ല. അതിൻ്റെതായ ഉത്തരവാദിത്തം എനിക്കുമുണ്ട്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഉദയനോട് എനിക്ക് പറയാനുണ്ട്. സംതിങ് വെരി 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 സീരിയസ്. വിദ്യാഭാരതി നന്ദനേനെ പ്രസവിച്ചതേ അവളുടെ ചെറുപ്രായത്തിലാ, 20 വയസ്സിന് മുമ്പ്. പിന്നെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് വിദ്യ അശ്വനെ പ്രസവിക്കുന്നത് 26 വയസ്സ് കഴിഞ്ഞിട്ടാ. ആകെ കോംപ്ലിക്കേറ്റഡ് ഡെലിവറി ആയിരുന്നു. അമ്മയോ കുഞ്ഞോ ഒരാള് മാത്രമേ രക്ഷപ്പെടുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞതാ. ഭാഗ്യം കൊണ്ട് മാത്രം 2 പേരെയും കിട്ടി. വിദ്യ നേരത്തെ ഒന്ന് പ്രസവിച്ചതായിട്ടും അതായിരുന്നു അനുഭവം. ഇത് ഇപ്പൊ പറയണത് എന്തിനെന്നായിരിക്കും താൻ ആലോചിക്കണത്. കാര്യമുണ്ട്. നന്ദനയ്ക്ക് വയസ്സ് 27 ആവുന്നു. ഇനി ആദ്യ പ്രസവം നടക്കാന്ന് പറയണത് റിസ്കാ, ഭയങ്കര റിസ്ക്.
പ്രസൂതികാ ശാസ്ത്രപ്രകാരം കടിഞ്ഞൂൽ പ്രസവം 25 വയസ്സിന് മുമ്പായിരിക്കണം, അല്ലെങ്കിൽ വളരെ പ്രയാസ. ഉദയനന്ദനെ ഒരു ഭാഗ്യപരീക്ഷണത്തിന് വിട്ടുകൊടുക്കണോ? പറയടാ, വിട്ടുകൊടുക്കണോ അവളെ? വൈകിയ വേളയിൽ ജനിക്കുന്ന കുഞ്ഞിനെ ജീവനോടെ കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല. അഥവ കിട്ടിയാൽ ആ കൊച്ചാണോ അതോ നന്ദനയാണോ നിനക്ക് വലുത്? ചിന്തിക്കടാ, ചിന്തിക്കേ. ഇനി എടിപിടിയെന്ന് നന്ദന ഗർഭിണിയായി തന്നെ വിചാരിക്ക. നീ ആക്രാന്തശാലിയാണെന്ന് പറഞ്ഞ് മൂക്കുള്ളവര് മൂക്കത്ത് വിരൽ വെക്കില്ലേ? ആ, അത് നമുക്ക് അവഗണിക്കാം. അവരോടെ മൂക്കം കൊണ്ട് പോവാൻ പറയും. ചടയെന്ന് നന്ദന ഗർഭിണിയായാലും പ്രസവം 9 മാസം കഴിഞ്ഞല്ലേ നടക്കൂ. അപ്പ അവൾക്ക് പ്രായം 1 വയസ്സും കൂടി ആവില്ലേ? അതെ, അഗ്നിപരീക്ഷണായിരിക്കും, അഗ്നിപരീക്ഷണം. നീ ചിന്തിച്ചു നോക്ക്. അതുകൊണ്ട് എന്റെ വിദ്യേര മോളെ ജീവന് തുല്യം താൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവളിലൊരു കുഞ്ഞെന്ന മോഹം നീ അങ്ങ് ഉപേക്ഷിച്ചോ. നിങ്ങളുടെ ഒരു കുഞ്ഞിനെ ഓമനിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നൊരു ചേട്ടനാ ഞാൻ. ഉദയന്റെ പ്രതിഭയും നന്ദനയുടെ സൗന്ദര്യവും ഒത്തിണങ്ങിയ ഒരു തങ്കക്കുടം. എന്തു ചെയ്യാം? ഞാൻ ആ മോഹത്തിന്റെ നാമ്പ് അങ്ങ് നുള്ളിക്കളയ. അതിലും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ബാക്കി നിൽക്കുന്നു. നിങ്ങൾ തമ്മിലുള്ള പ്രായവ്യത്യാസം. നമ്മളെ സത്യത്തിന് നേരെ മുഖം തിരിച്ചിട്ട് യാതൊരു കാര്യമില്ല. വിദ്യാഭാരതിയെ, അതായത് അമ്മായി അമ്മയെ ഉദയം വിളിക്കുന്നത് എന്താ? വിദ്യാച്ചിന്ന്. അമ്മായിയമ്മയും മരുമകനും തമ്മിൽ 2-3 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. അതേസമയം ഭാര്യയും ഭർത്താവും തമ്മിലോ നന്ദനേക്കാൾ 10-20 വയസ്സിന് മൂത്തതാ നീയെ. 2 പതിറ്റാണ്ടിന്റെ വ്യത്യാസം. അതൊരു ചെറിയ ഗ്യാപ്പല്ല. വർഷങ്ങളെ ചെടപെടേന്ന് അങ്ങോട്ട് തീർന്നു പോവും. നന്ദനയ്ക്ക് 50 വയസ്സാകുമ്പോ ഉദയൻ 70. അവൾ 55-ലെത്തുമ്പോൾ ഉദയൻ 75. പിന്നെയോ ചുരുക്കത്തിൽ അവളേക്കാൾ വളരെ മുമ്പ് നീയേ ഈ ലോകത്തിൽ നിന്ന് യാത്രയാവും. ഇങ്ങനെ പറഞ്ഞെങ്കിലും മനുഷ്യന്റെ കാര്യ. ഈ നിക്കണ നിപ്പില് മോളിലേക്ക് വിളിച്ചാലും നമ്മൾ പോയല്ലേ പറ്റൂ. കോൾ വെയിറ്റിംഗ് എന്നൊരു പരിപാടിയേ മൂപ്പരിക്കില്ല. നമ്മുടെ കാലനെ. അങ്ങനെ ഉദയൻ പോയാൽ നന്ദന ഒറ്റയ്ക്കാവില്ലേ? നിങ്ങൾക്കേ മക്കളില്ലാന്ന് ഓർക്കണം. ആര് നോക്കൂടാ നന്ദനെ? യതീന്ദ്രന്റെയും കാർത്തികയുടെയും കാര്യം അറിയാലോ. പക്ഷെ അവര് നോക്കും. നന്ദനയുടെ പേരിൽ കാര്യമായ നീക്കിയിരിപ്പുണ്ടെങ്കിൽ. നന്ദനയ്ക്ക് ആവശ്യത്തിന് പണമുണ്ട്, അത് പോരാ. ഉദയന്റെ സ്വത്തുകൂടി നന്ദനയുടെ കൈവശമുണ്ടെങ്കിൽ അവളുടെ ഭാവി ശോഭനായിരിക്കും. ഉദയന്റെ അസാന്നിധ്യത്തിലും അവൾക്ക് സുഭിക്ഷമായിട്ട് ജീവിക്കാം. അല്ലെങ്കിലും നിനക്കുള്ളതെല്ലാം അവൾക്കുള്ളതല്ലേ? ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഉദയന് കിട്ടാനുള്ള കുടുംബ സ്വത്ത് നന്ദനയുടെ പേരിലാക്കണം. അപ്പോ വൈകി ഉദിച്ച ഈ ഭാര്യ സ്നേഹത്തിന് ഒരർത്ഥം ഉണ്ടാവും, അർത്ഥപൂർണത ഉണ്ടാവും. പിന്നെ കുറച്ച് സ്ഥലവും ബാങ്ക് ബാലൻസും നിന്റെ പേരിലും ഉണ്ടാവണം, ഒരു കരുതലിനെ. ഇത്രയൊക്കെ ഈ ചേട്ടന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റൂ. നിസ്വാർത്ഥമായ ചില നിർദ്ദേശങ്ങൾ. ഞാൻ വളരെ ദീർഘമായി സംസാരിച്ചു. ഉദയനൊന്നും ഉരിയാടുന്നുമില്ല. ചേട്ടൻ എന്ത് വിചാരിക്കണം? ഉദയ,
പെട്ടെന്ന് തീരുമാനമെടുക്കാവുന്ന കാര്യങ്ങളല്ല. പെട്ടെന്ന് തീരുമാനമെടുക്കേണ്ട ആവശ്യമില്ല. സമയം വേണം, സാവകാശം വേണം. എന്നാലും നിന്റെ സ്വത്തൊക്കെ നന്ദനയ്ക്കാണല്ലോ അല്ലേ? മുൻപ് പറഞ്ഞതാണ്, സ്വത്തിനെ കുറിച്ചല്ല ഞാനിപ്പോൾ ആലോചിക്കുന്നത്, നന്ദനെ കുറിച്ചാണ്, ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ചാണ്. ഒന്നും ആയില്ലേ? വിശക്കുന്നു. ഒരു 5 മിനിറ്റ്. ദാ പഴം ഇരിപ്പുണ്ട്, 2 എടുത്ത് കഴിക്ക്. നവദമ്പതികളെ രാവിലെ പുറത്തു പോയിട്ട് കണ്ടില്ലല്ലോ. എപ്പോഴെങ്കിലും വരട്ടെ, മധുവിധ യാത്രകളല്ലേ. ഉം. ഞാൻ എന്തായാലും നമുക്ക് 2 പേർക്കുള്ള ആഹാരം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഊണ് സമയത്ത് എങ്ങനെ കയറി വന്നാലോ? വെച്ചുണ്ടാക്കി കഴിക്കണം, അല്ലെങ്കിൽ പറഞ്ഞിട്ട് പോണമായിരുന്നു എപ്പ വരുമെന്ന്. ഹും. അതൊക്കെ പോട്ടെ, ചേട്ടനോടും ചേട്ടത്തിയോട് എന്താ പെട്ടെന്നൊരു മമത? മാമതയൊന്നുമല്ല, അല്പസ്വല്പം സോപ്പിട്ട് നിർത്തുന്നതാണ് ബുദ്ധിയെന്ന് തോന്നി. അവരെ പിണക്കിയിട്ട് നമുക്കൊന്നും കിട്ടാനില്ല. ഇണങ്ങി നിന്നാ ഗുണമുണ്ട് താനും. പ്രതാപേട്ടൻ പറഞ്ഞ കാര്യം പ്രാക്ടിക്കൽ ആക്കണമെങ്കിൽ ഉദയേട്ടൻ മനസ്സ് വെക്കണ്ടേ? സ്വത്തിന്റെ കാര്യമാണോ? അതേന്ന്. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് പെട്ടെന്നെല്ലാം നന്ദനയുടെ പേർക്ക് എഴുതി വെക്കണമെന്ന് പറയാൻ പറ്റുമോ? ഇപ്പോഴേ ഒരു ലീഡിട്ട് വെക്കണം. എന്റെ സാറേ, അതിനു മുമ്പ് ചെയ്യേണ്ട വേറെ കാര്യമില്ലേ? അതെന്താ? ഇവിടുത്തെ സ്വത്ത് ഇതുവരെ ഭാഗം വെച്ചിട്ടുണ്ടോ? എല്ലാം ഒരുമിച്ച് കിടക്കല്ലേ. നിങ്ങൾക്ക് എന്തൊക്കെയാ, ഉദയേട്ടൻ എന്തൊക്കെയാണെന്ന് നിശ്ചയിച്ചിട്ടില്ല. ഒരിക്കൽ നമ്മൾ ഈ കാര്യം പറഞ്ഞതിന്റെ പേരിൽ വഴക്കുണ്ടായത് മറന്നുപോയോ? കുടുംബസ്വത്ത് പാർട്ടീഷൻ നടത്തണമെങ്കിൽ അമ്മ വേണ്ടേ? പിന്നെ വേണ്ടേ? ഹ്. എവിടോ പോയി നിങ്ങളുടെ അമ്മ ഒളിച്ചിരിക്കുന്നതിന്റെ കാരണങ്ങൾ ഇതൊക്കെ ആയിരിക്കും. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും മുടങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു കാണും. ഏയ്, അമ്മ അങ്ങനെയൊന്നും വിചാരിക്കില്ല. ഇല്ലെങ്കിൽ പിന്നെ ആളെവിടെ? ഉദയേട്ടനോട് നന്ദനയോടുള്ള വാശി കാരണം ഇറങ്ങിപ്പോയതാണ് പോലും. ഉദയേട്ടൻ മാത്രമേ മോനായിട്ടുള്ളൂ. നിങ്ങളും ആ അമ്മയുടെ മോനല്ലേ? എന്തുകൊണ്ട് അമ്മ നിങ്ങളെ വിളിച്ച് സംസാരിക്കുന്നില്ല? ഹും. കഴിഞ്ഞ ആഴ്ച ഒന്ന് ഫോൺ ചെയ്തല്ലോ. യതിയേട്ടന്റെ ശബ്ദം കേട്ടപ്പോഴേ ഫോൺ കട്ട് ചെയ്തില്ലേ? വീണ്ടും വിളിച്ചപ്പോ ഞാൻ എടുത്തതുകൊണ്ട് സംസാരിച്ചു. എന്നിട്ടും ആരാ വിളിക്കുന്നേന്ന് പോലും പറയാതൊരു ഉരുണ്ടുകളി. ആ അമ്മയെ ന്യായീകരിക്കാൻ നോക്കല്ലേ യതിയേട്ടാ? നീ മോശമൊന്നുമല്ല. അമ്മ ഇങ്ങോട്ട് വരാതിരിക്കാനുള്ള പണി ചെയ്തല്ലോ. ഉദയേട്ടൻ നന്ദനയുമായിട്ട് അടുക്കാനുള്ള ലക്ഷണമില്ലെന്ന് നീ അമ്മയോട് പറഞ്ഞു കൊടുത്തില്ലേ? അതെന്റെ മിടുക്ക്. ഇങ്ങോട്ട് പാര വെച്ചാ അതിലും വലിയ പാര അങ്ങോട്ട് വെക്കാനാ ഞാൻ പഠിച്ചിട്ടുള്ളത്. പക്ഷെ കാർത്തികേ, ആ നീ ഒന്ന് ശ്രദ്ധിക്കേ. ശ്രദ്ധിക്കുന്നുണ്ട്, പറഞ്ഞ മതി. ഇന്നല്ലെങ്കിൽ നാളെ അമ്മ ഇങ്ങോട്ട് വരും. സ്വത്തിന്റെ ഓഹരി വെപ്പ് നടക്കും. എനിക്ക് ഉദയേട്ടനും ഷെയറും കിട്ടും. അപ്പൊ ഏട്ടന്റെ സ്വത്ത് നന്ദനയ്ക്ക് എഴുതി കൊടുപ്പിക്കണ്ടേ? അന്നേരം ഹറിബരി ആവാതെ ഇപ്പോഴേ അതിനുള്ള മരുന്നിട്ട് വെക്കണം. ആ മരുന്ന് പ്രയോഗിക്കണമെന്ന് ആദ്യം ആലോചിക്കും. അതെന്താ? പ്രതാപേട്ടൻ പറഞ്ഞപ്പോ നമുക്കത് ഓക്കെയാണെന്ന് തോന്നിയതല്ലേ? അപ്പോ ഓക്കെ ആണെന്ന് തോന്നി. പക്ഷേ ഇപ്പൊ ആലോചിക്കുമ്പോ അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ചെറിയ പ്രശ്നമല്ല. എന്താ കാർത്തികേ? ഉദയേട്ടന്റെ സ്വത്ത് നന്ദനയുടെ പേരിലാക്കുന്നു. നന്ദനയ്ക്ക് ഓൾറെഡി സ്വത്തുണ്ട്. എന്നിട്ട് 2 പേരുടെയും കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്നു. അതായത് അവരുടെ ചാപ്റ്റർ ക്ലോസ് ചെയ്യുന്നു. ഉദയേട്ടനും നന്ദനയും നാട് നീങ്ങിക്കഴിഞ്ഞ സ്വത്ത് നന്ദനയുടെ അമ്മയിലേക്ക് പോകും, അതായത് വിദ്യേച്ചിക്ക്. പിന്നെ അത് പ്രതാപേട്ടൻ കൈവശപ്പെടുത്തി നമുക്കുള്ള പങ്ക് തരുന്നു. ഇതല്ലേ പദ്ധതി? അതെ,
നമുക്ക് റിസ്ക് ഇല്ലാതെ കാര്യം നടക്കുമല്ലോ. എന്താ ഉറപ്പ്? ഇത് പ്രതാപേട്ടന്റെ ചാണക്യ തന്ത്രമാ. സ്വത്ത് വിദ്യേച്ചയുടെ പേരിൽ എത്തിക്കഴിഞ്ഞാ അയാളുടെ നിറം മാറും, പറഞ്ഞ വാഗ്ദാനങ്ങളും മറക്കും, നമ്മളെ പറ്റിക്കും. അതൊന്നും നടക്കില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ അയാളെ പൂട്ടും. ഉദയേട്ടന്റെയും നന്ദനയുടെയും മരണത്തിന് കാരണം പ്രതാപേട്ടനാണെന്ന് നമ്മൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്യും. പിന്നെ എപ്പോ കയ്യിൽ വിലങ്ങ് കയറിയെന്ന് ചോദിച്ചാ മതി. മണ്ടത്തരം പറയാതെ. 2 വിലങ്ങുമായിട്ടായിരിക്കും പോലീസുകാർ ഇങ്ങോട്ട് വരുന്നത്. നമ്മുടെ 2 പേരുടെയും കൈകൾ ചേർത്ത് വിലങ്ങ് വെക്കാൻ. ഗൂഢാലോചനയിൽ നമ്മൾ ഉണ്ടായിരുന്നുവെന്നും പ്രേരിപ്പിച്ചുവെന്നും പ്രതാപേട്ടൻ മൊഴി കൊടുക്കില്ലേ? പിന്നെ 3 പേർക്കും ഒരുമിച്ച് ജയിലിൽ കിടക്കാം. അത് ശരിയാണല്ലോ. അതിലും വലിയ മറ്റൊരു ശരിയുണ്ട്. ഉദയേട്ടന്റെ സ്വത്ത് നന്ദനയ്ക്ക് എഴുതി കൊടുത്തില്ലാന്നിരിക്കട്ടെ, ഏട്ടൻ മരിച്ച അതിന്റെ അവകാശി ആരാവും? ഒരേ ഒരു സഹോദരനായ യതീന്ദ്രവർമ്മയ്ക്ക്, അതായത് നിങ്ങക്ക്. ആ, നിങ്ങൾക്കേ കിട്ടുള്ളൂ. അതുകൊണ്ട് ഉദയേട്ടൻ ഒരു കാരണവശാലും ഒരു നയ പൈസ പോലും നന്ദനയുടെ പേരിൽ എഴുതി വെച്ചുകൂടാ. അതിനുള്ള പണിയാ നമ്മൾ നോക്കേണ്ടത്. അപ്പൊ പ്രതാപേട്ടൻ? അങ്ങേര് വെച്ച വെള്ളം അവിടെ ഇരിക്കും, അതിൽ പരിപ്പ് വേവില്ല. ആ, ഇങ്ങനെ ഇരുന്നാ മതിയോ? റെഡിയാവുന്നില്ലേ? എനിക്കൊരു 5 മിനിറ്റ് മതി. ദാ, ഇടാനുള്ള ഷർട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ആ, ദേ, താഴെ ചെല്ലുമ്പോ കാർത്തികേച്ചിയുടെ വക അന്വേഷണം ഉണ്ടാവും. എവിടെ പോകുന്നു, എങ്ങനെയാ പോകുന്നത്, എപ്പ തിരിച്ചു വരും എന്നെല്ലാം ചോദിക്കും. എന്ത് പറയണം? നമ്മൾ എങ്ങോട്ട് പോകുന്നു ഇപ്പൊ അറിയാതിരിക്കുന്ന നല്ലത്. അല്ലെങ്കിൽ അവിടെ വിളിച്ചറിയിക്കും നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നുണ്ടെന്ന്. വെറുതെ എന്തിനാ നേരത്തെ ഇൻഫോം ചെയ്യുന്നത്? അത് തന്നെ ഞാനും ഉദ്ദേശിച്ചത്. പിന്നെന്തിനാ എന്നോട് അഭിപ്രായം ചോദിച്ചത്? അറിയണ്ടേ എന്താ അഭിപ്രായം എന്ന്? ദേ, സമയം പോകുന്നു കേട്ടോ. എനിക്ക് അധികം സമയമൊന്നും വേണ്ട. ഈ സാരിയാണ് കൊടുക്കുന്നത്? അല്ല, ദാ ഇതാ. ഇതോ? മറ്റൊരെണ്ണുണ്ടല്ലോ, ഒരു മഞ്ഞയും പിങ്കും കൂടി കലർന്ന കളറില് ഒരു ഡിസൈനുള്ള സാരി. താൻ ഓഫീസിലൊക്കെ പോകുമ്പോ ചിലപ്പോ എടുക്കായിരുന്നു. ആ, മനസ്സിലായി. ഇതല്ലേ ഉദ്ദേശിച്ചേ? ആ, ഇതന്നെ. അപ്പോ എന്റെ ഡ്രസ് കോഡൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്താ ഒന്നും പറയാത്തെ? ഒന്നുമില്ല. താൻ വേറെ റെഡിയാവ്.